ഒടുവിലത്തെ മണ്ഡലം നമ്മുടെ സമയം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ശശി തരൂരും കുമ്മനം രാജശേഖരൻ്റെ വരവോട് കൂടിയിട്ട് അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുക എന്ന ധാരണ BJP പ്രവർത്തകരും നേതാക്കളും പുറത്തേക്ക് വെക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരനും സി ദിവാകരനും ശശി തരൂരും മത്സരിക്കുന്ന ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം നമുക്കറിയാം. UDFിൻ്റെ സ്വഭാവമുള്ള മണ്ഡലം തന്നെയാണ് എല്ലാ കാലത്തും. 2009 മുതൽ ശശി തരൂരാണ് MP. 2014 ഭൂരിപക്ഷം കുറഞ്ഞു അദ്ദേഹത്തിന്. ത്രികോണ മത്സരം നടക്കുമെന്ന് ആണ്. കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലം അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന ഒരു സൂചനയുണ്ടെങ്കിൽ അത് മാത്രമാണ്. 2014 തെരഞ്ഞെടുപ്പ് വിധി നമുക്കറിയാം. വോട്ട് നമ്പർ ഇങ്ങനെയാണ്. ബെനറ്റ് എബ്രഹാം ആയിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചിരുന്നത്. ആ കാലത്ത് വിവാദങ്ങൾ ഉണ്ടായത് ഇത് കാണുന്ന ആളുകൾ ഓർക്കുന്നുണ്ടാകും. 2,48,941 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചത്. ശശി തരൂർ 2,97,806 വോട്ടുകൾ നേടി. O രാജഗോപാൽ അതിശക്തമായിട്ടുള്ള മത്സരമാണ് അവിടെ നടത്തിയത്. 2,82,336 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു. അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി. BJP സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം എന്നത് മറക്കരുത്. O രാജഗോപാലിന് മേൽ ശശി തരൂരിന് 15,470 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും കൂടെ നമ്മുടെ ഓർമ്മയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്. 63,726 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDFിനുള്ളത്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല ഈ മണ്ഡലങ്ങളെ നിയമസഭാ മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. 63,726 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അവിടെ നാടാർ ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ പ്രധാനപ്പെട്ട സ്വാധീന ബ്ലോക്കുകളാണ്, വോട്ട് ബ്ലോക്കുകളാണ്. BJPയുടെ സ്വാധീനം നമ്മളിപ്പോൾ കണ്ടതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇടമാണ്. ഓഖിയുടെ പുനരധിവാസം, ഓഖിയുമായി ബന്ധപ്പെട്ടുണ്ടായ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ആ കടലോര മേഖലയിലെ മണ്ഡലങ്ങൾ, ആ ഭാഗങ്ങളിൽ സ്വാധീന വിഷയമായിരിക്കും. സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം എല്ലാ കാലത്തും തിരുവനന്തപുരത്തൊരു പ്രധാനപ്പെട്ട വിഷയമാകാറുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. സി ദിവാകരനും കുമ്മനവും ശശി തരൂരും മത്സരിക്കുന്നത് ഓരോ വ്യക്തികൾ എന്ന നിലക്ക് അവർക്കുള്ള വോട്ടുകൾ കൂടെ രേഖപ്പെടുത്തപ്പെടും. ജാതി വോട്ടുകളുടെ കേന്ദ്രീകരണം നേരത്തെയും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷമുള്ള വോട്ടെടുപ്പ് എന്നതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ശബരിമല വിവാദം അങ്ങനെ തന്നെയും ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മോടൊപ്പം നമ്മുടെ അതിഥികൾക്കൊപ്പം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം കൂടെ ചേർന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം തിരുവനന്തപുരത്തായിരിക്കും അല്ലേ? തീർച്ചയായും. പിന്നെ ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിശ്വപൗരൻ എന്ന നിലയിലേക്ക് പ്രതിച്ഛായ വളർത്തിയ ശ്രീ ശശി തരൂർ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. വളരെ അനിശ്ചിതത്വത്തിന് ശേഷം ഗവർണർ പദവി ഒഴിഞ്ഞ് ശ്രീ കുമ്മനം രാജശേഖരൻ BJPക്ക് നേതൃത്വം കൊടുക്കാനെത്തുന്നു. CPIയുടെ ഒരു പ്രമുഖനായ നേതാവ്, നിലവിലെ MLA സി ദിവാകരൻ CPIക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല ഏറ്റവും കടുപ്പമേറിയ ഒരു മത്സരമായിരിക്കും ഇവിടെ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP വളരെ ആഗ്രഹിച്ചും വളരെ വാദിച്ചുമാണ് ഇപ്പോൾ കുമ്മനത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട്, കുമ്മനമാകും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്, അദ്ദേഹത്തിന് എന്താണ് മറ്റ് BJP നേതാക്കളെക്കാൾ വലിയ മേന്മ ഇവർ അവകാശപ്പെടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു സാത്വിക സ്വഭാവമുള്ള ഒരു വ്യക്തി, ഒരു നന്മയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിവേഷം യാതൊരു സംശയവുമില്ല ഇവിടെ BJPക്ക് ഒരു സഹായകരമാകും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരുവനന്തപുരത്ത് വളരെ ശക്തമാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും പിന്നീട് പാർലമെൻറ്റേറിയൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വളരെ മികച്ചതാണ്. അതുതന്നെയാണ് സി ദിവാകരൻ. പലയിടത്തും അദ്ദേഹത്തെ കരുനാഗപ്പള്ളിയിൽ പരീക്ഷിച്ചു, അവിടെ ജയിച്ചു. പിന്നീട് നെടുമങ്ങാട് പരീക്ഷിച്ചു, അവിടെ ജയിച്ചു. ഇതൊന്നും വലിയ വിജയസാധ്യത ഉള്ള മണ്ഡലമായിട്ട് CP അദ്ദേഹത്തിന് കൊടുത്തതല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാനൊന്ന് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ സി ദിവാകരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, CPI നേതാവാണെങ്കിലും CPMന്റെ കൂടെ താല്പര്യത്തോടുള്ള സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് മാധ്യമ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ഉണ്ട്.
ഇതുപോലൊരു മണ്ഡലത്തിൽ ശശി തരൂർ മത്സരിച്ച് ഇങ്ങനെ അദ്ദേഹത്തിന് തന്നെ വിജയമുണ്ടാകുമെന്ന് അവകാശപ്പെടുന്നൊരിടത്ത് നല്ല ശക്തമായിട്ടുള്ള മത്സരം കൊടുക്കാൻ പാകത്തിനുള്ള സ്ഥാനാർത്ഥിത്വമാണോ അദ്ദേഹത്തിൻ്റേത്? അങ്ങനെയാണ് സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞു നിർത്തിയത്. അതെ, സി ദിവാകരന് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നതിൽ ഉപരി ഈ തിരുവനന്തപുരത്ത് പ്രത്യേകമായി വ്യക്തിപരമായി വളരെയധികം സൗഹൃദങ്ങളും അടുപ്പങ്ങളും ഉള്ള ഒരാളാണ്. തന്നെയല്ല, CPI നേതാവാണെങ്കിലും അദ്ദേഹം CPM പ്രവർത്തകരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ നല്ല സൗഹൃദത്തിലാണ്. സാധാരണ CPIയുടെ നേതൃത്വം CPI അല്പം ഔസാരത്തിലാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരു ചരിത്രം കൂടിയുണ്ട്. കുമ്മനം ഇപ്പോൾ ഗവർണർ പദം രാജിവെച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 1984 ഇവിടെ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തത് കുമ്മനം രാജശേഖരനാണ്. കേരളവർമ്മ രാജ പാലായിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 1,00,000-ലധികം വോട്ട് ആണ് അദ്ദേഹം നേടിയത്. തിരുവനന്തപുരം ഈസ്റ്റിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു എന്ന കാര്യം ഓർക്കണം. അന്ന് ഹിന്ദുമുന്നണി BJP ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ BJP എന്നാൽ ഹിന്ദുമുന്നണി എന്നാൽ BJP അങ്ങനെയൊക്കെ കഴിയുന്ന സമയമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഈ ഹിന്ദുമുന്നണിയുടെ വളർച്ച കണ്ടിട്ട് ഹൈന്ദവ ശക്തിയുടെ വളർച്ച കണ്ടിട്ട് EMS നമ്പൂതിരിപ്പാട് നയം മാറ്റുകയും IUMനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയുമൊക്കെ ചെയ്ത് വലിയ സംഭവ പരമ്പര. MVR പിന്നീട് MVR തന്നെ CPIയിൽ നിന്ന് പുറത്തായി. അവരൊക്കെ ചരിത്രമൊക്കെ ഒരു വലിയ ഘട്ടത്തിലെത്തുന്ന വർഷം കൂടിയാണ് 1984. അന്നത്തെ കുമ്മനം രാജശേഖരൻ അന്നൊരു വലിയ പ്രൊഫൈലൊന്നുമില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഗവർണർ ഒക്കെ ആയിട്ട് രാജിവെച്ച് തിരിച്ചു വരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിവേഷമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു ഇൻ്റലക്ച്വലായിട്ടൊരു ഔന്നത്യം, ബൗദ്ധികമായ ഒരു ഔന്നത്യം ആണ് ഇവിടുത്തെ ശശി തരൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൈമുതൽ. അദ്ദേഹം വളരെ പ്രസൻറ്റബിളാണ്. വലിയ ഉന്നതമായൊരു പരിവേഷം, ഒരു ഗ്ലാമർ പോയിന്റ്, ഒരു ഗ്ലാമർ കോഷ്യൻറ്റ് ശശി തരൂരിൻ്റെ ഒരു വലിയ മുഖമുദ്രയാണ്. അതുമായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു എഡ്ജുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. ശ്രീലാൽ, ഇവിടെ ആ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ തന്നെയും കേരളത്തിൽ വേറെയില്ല. അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കോൺഗ്രസിനകത്ത് പോലും വരാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ നിന്നും ഇത്തവണ ഒരു തരത്തിലുള്ള ഒരു എതിർപ്പും ഉണ്ടാകില്ല. ശശി തരൂർ ഇത്തവണ കുറച്ചുകൂടെ ഒരു സേഫ് സോണിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഡ്രോബാക്കുകളൊന്ന് സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതെല്ലാം മാറുന്നു. അതോടൊപ്പം തന്നെ ഈ കുമ്മനം രാജശേഖരൻ്റെ വരവ് എത്രത്തോളം ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ രാജഗോപാലിനേക്കാളും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ അതാണ്. കാരണം കഴിഞ്ഞ തവണ BJPയുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു രാജഗോപാൽ. ഒരു വീക്ക് സ്ഥാനാർത്ഥിയാവുകയും പിന്നീട് കുമ്മനം വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഒരു മാറ്റം കഴിഞ്ഞ ശബരിമല വിഷയമില്ല. അതാണ് കഴിഞ്ഞ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു രാജഗോപാൽ എന്ന നിലയ്ക്ക്. അവിടെ ആ രാജഗോപാലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുമ്മനം വരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ രണ്ട് നായർ സ്ഥാനാർത്ഥികൾ, ശശി തരൂർ നായർ സ്ഥാനാർത്ഥിയാണ്, കുമ്മനം രാജശേഖരനും ഒരു നായർ വിഭാഗം നിന്നാണ്. അപ്പോൾ ആ നായർ വിഭാഗത്തിലെ വോട്ട് ഒരു പക്ഷേ വിഭജിച്ചേക്കാം ഇരുവർക്കുമിടയിൽ. അവിടെയാണ് ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഘടകം നിലനിൽക്കുന്നത്. അതിന് ശശി തരൂർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ശശി തരൂർ ഒരു പക്ഷേ മുന്നിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാട് എന്തായാലും അത് മാറ്റിവെച്ചുകൊണ്ട് ഈ വിശ്വപൗരൻ എന്ന് പറയുന്ന നമ്മൾ കണക്കാക്കുന്ന ഒരു വ്യക്തി സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നിലപാടാണ് ഈ ശബരിമല വിഷയത്തിൽ ശശി തരൂർ സ്വീകരിച്ചത്. ശബരിമല വിഷയത്തിൽ ശശി തരൂർ വിശ്വാസികൾക്കൊപ്പവും എന്നാൽ ഒരു ഫോർവേഡ് തിങ്കിങ്ങിന് അല്ല എന്ന് വരുത്തി തീർക്കാൻ അല്ല എന്നുള്ളത് അത് രണ്ടിനും ഇടയിലൂടെ ശശി തരൂർ വളരെ കെയർഫുൾ ആയിട്ടൊരു ഗെയിം പ്ലാൻ ശശി തരൂർ കളിച്ചിരുന്നു. ഇതിനൊക്കെ അപ്പുറം ശശി തരൂരിനെ കഴിഞ്ഞ തവണ നിലനിർത്തിയിരുന്ന ഘടകങ്ങൾ, അത് കഴിഞ്ഞ ജയിപ്പിച്ച ഘടകം, അത് ആ മണ്ഡലങ്ങൾ 1 കോവളം, 2 നെയ്യാറ്റിൻകര, 3 പാറശാല. ഈ 3 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ബെനഡിക്റ്റിനുണ്ടായിരുന്നതിനേക്കാൾ വലിയ സ്വാധീനം CPMൻ്റെ ഒരു ഘടകം കൂടി സി ദിവാകരന് അനുകൂലമായി ആണ് ഇത്തവണ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കുമ്മനത്തേക്കാൾ വലിയ വെല്ലുവിളി ശശി തരൂരിനുണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ഷേ സി ദിവാകരനാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളിലാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടത്. അതിനു മുമ്പ് ശ്രീ KJ ജേക്കബ്, ഇവിടെ BJP സ്വപ്നം കാണുന്ന ഒരു വിജയം തിരുവനന്തപുരത്താണ്. അവർ കുമ്മനത്തെ വലിയ ആരവത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹം വരുന്ന പൊസിഷനും വളരെ വലിയ പൊസിഷനാണ്. അദ്ദേഹത്തിന് വലിയ ഈ ട്രോളർമാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ തന്നെയും കേരളം മുഴുവൻ തന്നെയും നല്ല പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധത്തിലുള്ള വലിയ നേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിധിയെ BJPക്ക് അനുകൂലമായ വിധത്തിൽ വരാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ?
കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീ ഒ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കുന്ന ഒരു ഡിഫറൻസ് ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പോയി നിന്നാലും പെട്ടെന്ന് BJPയുടെ അത് അദ്ദേഹം സ്ഥിരമായി ഉപതെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുമ്പോഴും പൊതുതെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോഴും ഒരു കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരം ഒരു ഇമേജ് ശ്രീ കുമ്മനം രാജശേഖരനുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ്റെ വരവ് ഹൈന്ദവ വർഗീയതയുമായിട്ടാണ് എങ്കിലും ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതല്ല. അദ്ദേഹം ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ സാത്വികനായിട്ടുള്ള ഒരു ടിപ്പിക്കൽ RSSകാരൻ്റെ നല്ല മുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിക്കുന്നത്. പക്ഷേ രാജഗോപാലിന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റബിലിറ്റി കുമ്മനം രാജശേഖരൻ അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുപോലെ തന്നെയാണ് CPIയുടെ കാൻഡിഡേച്ചർ. അതൊരു CPI വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. എനിക്ക് ശ്രീലാൽ പറഞ്ഞതിനോടാണ് എനിക്കും യോജിപ്പ്. സി ദിവാകരൻ്റെ സ്ഥാനാർത്ഥിത്വം CPM-ന് കൂടി യോജിക്കാൻ പറ്റുന്ന ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളെ CPI മുന്നോട്ട് വെക്കുക വഴി ആ ഫൈറ്റ് മിക്കവാറും അവർ തമ്മിലാവാനുള്ള സാധ്യതയാണുള്ളത്. കുമ്മനം രാജശേഖരൻ ഓഫ് കോഴ്സ് BJP അതിനുള്ള വലിയ ശ്രമം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്ന എല്ലാ തരത്തിലുമുള്ള വിഭവങ്ങൾ ആൾക്കാരെ കൊണ്ടാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും ശബരിമല അങ്ങേയറ്റം കത്തിച്ചു നിർത്താൻ BJP ശ്രമിക്കുമെന്നുള്ള സത്യമാണ്. അതിന് അവർക്ക് ഏറ്റവും മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഖങ്ങളിൽ ഒന്ന് കുമ്മനം രാജശേഖരനാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ശ്രീ രാജഗോപാലിന് കിട്ടിയ അത്രയധികം വോട്ടുകൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല ശശി തരൂർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കളിയാണ് അതിൻ്റെ ഇടയ്ക്ക് കളിച്ചത്. അദ്ദേഹം ഏറ്റവും ആദ്യം ഈ ശബരിമല വിധി തന്നതിന് ശേഷം ഞാൻ ഏറ്റവും ആദ്യം കണ്ട റെസ്പോൺസ് ശശി തരൂരിൻ്റെയായിരുന്നു. അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഇടയ്ക്ക് ചെറിയ ചാഞ്ചല്യമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതേപടി പ്ലേറ്റ് തിരിച്ചു വെച്ചു. അദ്ദേഹം വിശ്വാസികളുടെ ഒപ്പമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്തെ BJPക്ക് അനുകൂലമായിട്ട് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്ന എന്നാൽ BJPക്ക് ശബരിമല നിലപാടിൻ്റെ പേരിൽ പോകാൻ സാധ്യതയുള്ള വോട്ടുകളെ അദ്ദേഹം ലക്ഷ്യമാക്കി തന്നെയാണ് അദ്ദേഹം നിലപാട് മാറ്റിയത്. അപ്പോൾ ആ വോട്ടുകളുടെ പുറത്ത് ഒരു മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടുമായി എതിരായിട്ടുള്ള വോട്ടുകളിൽ ഒരു ധ്രുവീകരണം വീണ്ടും, അതായത് ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരുന്നതും എന്നാൽ സംശയമുള്ളതുമായ വോട്ടുകൾ അദ്ദേഹം പോകാതെ നോക്കി എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മത്സരം ശ്രീലാൽ പറഞ്ഞതുപോലെ മിക്കവാറും ഇവർ തമ്മിലായിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ ജേക്കബ്. ഞാൻ ശ്രീ KJ ജേക്കബ്, ശ്രീ A സജീവൻ, ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. രാജീവ്, ഇവിടെ ഇടതുപക്ഷം നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ശശി തരൂർ, കുമ്മനം പ്രധാനമായും ഈ വിഷയമാണ് വരിക. ഇടതുപക്ഷത്തിന് കടകംപള്ളി തൊട്ട് ആനത്തലവട്ടം തൊട്ട് A റഹീം വരെയുള്ള വലിയ നേതാക്കളൊക്കെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഇടതുപക്ഷത്തിന് എന്തായിരിക്കും ഇത്തവണത്തെ നില? ഇടതുപക്ഷം ഇത്തവണ CPIക്ക് ആണ് സീറ്റ്. ഇടയ്ക്ക് ജനതാദൾ നീലനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സീറ്റ് കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. നീലൻ വന്നിരുന്നെങ്കിലും നല്ല ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ അവർ വളരെ ആലോചിച്ച്, പ്രത്യേകിച്ചും CPI ആലോചിച്ച്, CPM-ഉമായിട്ടും ആലോചിച്ചിരിക്കണം അവർക്ക് നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്. നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയിൽ ആദ്യം കുറഞ്ഞ വോട്ടിന് ജയിക്കുന്നു. അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് 2011 അതായത് സർക്കാർ ഇരിക്കുമ്പോൾ, VS അച്യുതാനന്ദ സർക്കാർ ഇരിക്കുമ്പോൾ അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അദ്ദേഹത്തെ മാറ്റി നെടുമങ്ങാട് കൊണ്ടുവന്നു, അവിടെയും ജയിക്കുന്നു. ഈ ഇലക്ഷൻ്റെ എല്ലാ തന്ത്രങ്ങളും അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, എതിരാളികളെ എങ്ങനെ മാനേജ് ചെയ്യണം, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യണം, ഇതിന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ തന്ത്രശാലിയായിട്ടുള്ളൊരു നേതാവാണ് സി ദിവാകരൻ. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം. അതിനപ്പുറം രാഷ്ട്രീയമായിട്ട് ചില കണക്കുകൾ നോക്കുന്നത് കൗതുകകരമായിരിക്കും. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബെന്നറ്റ് എബ്രഹാമിനെ നിർത്തി നടത്തിയ പരീക്ഷണമാണല്ലോ CPIക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത്. 3-ാം സ്ഥാനത്ത് പോയി, പേയ്മെൻറ്റ് വിവാദം എല്ലാം. പക്ഷേ ജയിച്ച ശശി തരൂരിന് 2,97,806 വോട്ട് കിട്ടുമ്പോൾ ബെന്നറ്റ് എബ്രഹാമിന് 48, അതായത് ഏതാണ്ട് 48,000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ 3-ാം സ്ഥാനത്ത് പോയിട്ടും CPIക്ക് കുറവുള്ളൂ. അവിടേക്കാണ് സി ദിവാകരൻ വരുന്നത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ശശി തരൂരിന് 2009 3 ലക്ഷത്തി, അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തെ ഭൂരിപക്ഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 99,998, അതായത് 1 ലക്ഷം വോട്ടിന് 2 വോട്ടിന് കുറവ് മാത്രമേ P രാമേന്ദ്രൻ നായരും ശശി തരൂരും കൂടെ മത്സരിക്കുമ്പോൾ, ശശി തരൂരിന് ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് 3,26,000 വോട്ട് കിട്ടിയ ശശി തരൂര് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 2,97,000. പക്ഷേ
അന്ന് പി രാമേന്ദ്രൻ നായർക്ക് കിട്ടിയത് 2,26,727. മൂന്നാം സ്ഥാനത്ത് പോയ മോശം കാൻഡിഡേറ്റ് പേയ്മെന്റ് വിവാദം കേട്ട ബെനറ്റ് എബ്രഹാമിന് രാമേന്ദ്രൻ നായരേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. 2,48,941 വോട്ട് കിട്ടി. അപ്പോ ലെഫ്റ്റിന് കിട്ടാനുള്ള വോട്ടുകൾ കുറച്ചുണ്ട്. ശശി തരൂരിന് വോട്ട് കുറഞ്ഞപ്പോ BJPക്കാണ് വോട്ട് കൂടിയത്. പിന്നെ 2009 വേറൊരു കാര്യം കൂടിയുണ്ട്. മൂന്നാം സ്ഥാനത്ത് വന്നത് അന്ന് BJP അല്ല, നീലലോകദാസ് നാടാരാണ്. BSP ആയിട്ട് മത്സരിച്ച നീലലോകദാസ് നാടാരാണ്. ആ വോട്ടുകൾ എവിടേക്ക് പോകും എന്നുള്ളത്, BSPയുടെ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നോക്ക വോട്ടുകൾ, നീലൻ പിടിച്ച ഒരുപക്ഷെ നാടാർ വോട്ടുകൾ, ഇതൊക്കെ എങ്ങനെ ലെഫ്റ്റിന് സമാഹരിക്കാൻ കഴിയുമോ? ശബരിമല നവോത്ഥാനം, അതെ, അതൊക്കെ എങ്ങനെ എങ്ങോട്ട് പോകും? അത് ലെഫ്റ്റിനാണോ കിട്ടുക, അതോ കോൺഗ്രസിനാണോ കിട്ടുക എന്നൊക്കെ ഉള്ളത് പ്രധാനമാണ്. അതൊരു കണക്ക്. അവിടെ ഒരു ഘടകമുണ്ട് രാജീവ്. അവിടെ ഓഖി ദുരന്ത സമയത്ത് ശശി തരൂരിന്റെ ഒരു ഇടപെടലുണ്ട്. അത് ശശി തരൂരിന് കോവള മണ്ഡലത്തിൽ എന്തായാലും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ. അതിനപ്പുറം ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയെ നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുക എന്നുള്ള ഒരു കാര്യവും ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഘടകങ്ങൾ എങ്ങനെ വരും? 2009 PK കൃഷ്ണദാസ് മത്സരിക്കുമ്പോൾ 84,000 വോട്ട് കിട്ടിയിടത്തുനിന്നാണ് O രാജഗോപാൽ 2,80,336 കൂട്ടിയത്. അവിടെ നഷ്ടപ്പെട്ട വോട്ട് നഷ്ടമുണ്ടായത് ശശി തരൂരിനാണ്, CPIക്കല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകം, ഇവിടെ ശശി തരൂരും കുമ്മനം രാജശേഖരനും മത്സരിക്കുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീ ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഈ സംഘപരിവാർ സംഘടനകളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ളതും അല്ലെങ്കിൽ ആ ഒരു ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതൊക്കെ കുമ്മനനുമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് രാജഗോപാലും കുമ്മനം രാജശേഖരനും തട്ടിച്ചു നോക്കുമ്പോൾ അത് രാജഗോപാലിന് അത്ര വരുമോ കുമ്മനം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ BJP അവരുടെ സർവ്വശക്തിയും എടുത്തായിരിക്കും കുമ്മനത്തിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം മത്സരിക്കുക. എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ടായിരിക്കും മത്സരിക്കുക. അങ്ങനെ കുമ്മനം രാജശേഖരനും ശശി തരൂരും രണ്ട് മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ അവിടെ നിൽക്കുമ്പോൾ ഇതിനിപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു തരത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള C. ദിവാകരൻ എന്ന കാൻഡിഡേറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പ്രവചനാതീതമായ മത്സരമായിരിക്കും. വേണമെങ്കിൽ മറിച്ചിടാവുന്ന സാഹചര്യവും ഉണ്ട്. അല്ല, അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. മത്സരം ആരൊക്കെ തമ്മിലായിരിക്കും? എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ ഞാനത് അതിനകത്തൊരു ജഡ്ജ്മെന്റ് നടത്തുന്നില്ല, അത് നടത്തുന്നത് ശരിയല്ല എന്നാണ്. പക്ഷെ മൂന്ന് പേരും തമ്മിലാണ് മത്സരം. അതെ, ത്രികോണ മത്സരം, സംശയമില്ല. 3 പേരും തമ്മിലാണ് മത്സരം. ഒരാൾക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയല്ല, 2-3 അല്ലെങ്കിൽ ഇപ്പോഴുള്ള മൂന്നാമനും ഒന്നാമനും തമ്മിലോ അല്ലെങ്കിൽ മൂന്നാമനും അങ്ങനെയല്ല, 3 പേരും തമ്മിൽ പിന്നിലാണ് എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ചില കണക്കുകൾ കൂടി നമ്മൾ നോക്കേണ്ടത്. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചെറിയ ചില വർത്തമാനങ്ങൾ പോലും, പ്രസ്താവനകൾ പോലും, രാഷ്ട്രീയമായ നീക്കങ്ങൾ പോലും പ്രധാനപ്പെട്ട കാര്യമാകുന്ന അടിയൊഴുക്കുകൾ പോലും അതിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല, അത് മറ്റ് മണ്ഡലങ്ങളിലും പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കും സാധ്യതയുള്ള ഒരു കാര്യം, നാളെ മുതൽ ശബരിമല 10 ദിവസത്തേക്ക് വീണ്ടും തുറക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിന്നിലാണ് എന്ന് പറയാവുന്ന വോട്ടിൽ വലിയ ഇപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലോക്സഭയിൽ കിട്ടിയ 2,82,000, അതിന്റെ ഒരു 17,000 വോട്ടിന് കുറവ് മാത്രമേ നിയമസഭയിൽ വന്നിട്ടുള്ളൂ. BJPയുടെ വോട്ട് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. രാജഗോപാലിന് മാത്രമായിട്ട് കിട്ടിയ വോട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ശ്രീ രാജഗോപാൽ നേമത്ത് ജയിച്ചു, V. മുരളീധരൻ കഴക്കൂട്ടത്ത് 2ാമത് വന്നു, ശക്തമായ മത്സരം കുമ്മനം കൊടുത്തു, ശ്രീശാന്ത് തിരുവനന്തപുരത്ത് നിന്നു, സുരേഷ്, അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ 2,82,000 നിന്ന് കഷ്ടിച്ചൊരു 17,000 വോട്ടിന്റെ കുറവ് മാത്രമേ നിയമസഭയിലും സംഭവിച്ചിട്ടുള്ളൂ, പലരും മത്സരിച്ചിട്ടും. അപ്പൊ BJPക്കും ആ ഒരു ശക്തിയുണ്ട്. അത് കുമ്മനമായതുകൊണ്ട് വിഭാഗീയ സംഗതികളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇല്ല, അത് കുമ്മനത്തിന് ഈ ഒരുപക്ഷെ RSSനുള്ളിലും BJPയുടെ സംഘടനാ സംവിധാനത്തിനുള്ളിലും ഒക്കെ പ്രത്യേകിച്ചും RSS തന്നെയായിരിക്കും ഇതിനെ ഒരു ഊർജ്ജം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറ്റിയ ആ അതിർത്തി ഇപ്പോഴുമുണ്ട് RSSന്റെ അനുവാദയോ RSSന്റെ അറിവോ ഇല്ലാതെയാണ് തിരിച്ച് കുമ്മനത്തെ കൊണ്ടുവരുമ്പോൾ RSSന്റെ ഒറ്റ നിലപാടിന്റെ പുറത്താണ് കുമ്മനം തിരിച്ചു വരുന്നത്. അപ്പോൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ RSSന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നടപ്പിലാക്കാൻ RSS നന്നായി ശ്രമിക്കും. BJPയെ അതിൽ നിന്നും വ്യതിചലിക്കാൻ അവർ അനുവദിക്കത്തുമില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലമായിരിക്കും തിരുവനന്തപുരം. അക്കാര്യത്തിൽ സംശയമില്ല. മറ്റെല്ലായിടത്തും 2 സ്ഥാനാർത്ഥികൾ എന്നാണെങ്കിൽ ഇവിടെ 3 സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം
അവരാഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. പക്ഷേ ആരെയെങ്കിലും ഇന്ന ആളുകൾ പിന്നിലാണ് എന്ന് പറയാവുന്ന നിലയില്ലാത്തതുമാണ്. നമുക്കിത് അവസാനിപ്പിക്കാവുന്ന സമയമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ 11 മണ്ഡലങ്ങളെയാണ് പരിശോധിച്ചത്. അതിൽ തിരുവനന്തപുരം പോലെ ചില മണ്ഡലങ്ങൾ നമ്മൾ കുറച്ചുകൂടെ സജീവമായിട്ട് ഒന്നുകൂടെ കൃത്യമായി കുറെക്കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇരുന്നതിന് ശ്രീ എ സജീവൻ, കെ ജെ ജേക്കബ്, ശ്രീ ജേക്കബ് ജോർജ്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് വളരെയധികം നന്ദി. ഒപ്പം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും ശ്രീ ടി വി ചന്ദ്രശേഖരനും അടക്കം ചേർന്ന ശ്രീ സജിത്ത് പരമേശ്വരനടക്കം ഇതിനിടക്ക് വന്ന് ചേർന്ന ഓരോ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയ ആളുകൾക്കും വളരെയധികം നന്ദി. രാജീവ് ദേവരാജനും ടി ജെ ശ്രീലാലിനും ഔപചാരികതയ്ക്ക് വേണ്ടിയും നന്ദി പറഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച കൂടെ ഇന്ന് നമ്മൾ പരിശോധിച്ചത് ഈ 11 മണ്ഡലങ്ങളിലെ വിജയപരാജയ സാധ്യതകളും സ്ഥാനാർത്ഥികൾ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നിലയെയും കുറിച്ചാണ്. അതിനു മുമ്പ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ 9 മണ്ഡലങ്ങൾ കൂടെ പരിശോധിച്ചു പോയിരുന്നു. അടുത്ത ഞായറാഴ്ച കൂടെ ഇലക്ഷൻ മെഗാ ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് വരിക. ഒരുപക്ഷെ നമുക്ക് ഈ 2 പക്ഷത്തെയും സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ 3 പക്ഷത്തെയും സ്ഥാനാർത്ഥികൾ, BJPയുടെയും സ്ഥാനാർത്ഥികൾ, NDAയുടെയും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും അടുത്ത ആഴ്ച ഇതുപോലെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് ഓരോ മണ്ഡലത്തിലും എന്നതായിരിക്കും നമ്മൾ ആ ദിവസം ഇത്രയും സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ടി വരിക. ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും ഇന്ന് വൈകിട്ട് 5 മണിക്ക് തെരഞ്ഞെടുപ്പ് ദിവസം തീയതി പ്രഖ്യാപിക്കപ്പെടും. ഏത് ദിവസമായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം പ്രഖ്യാപിക്കപ്പെടും. അതുതന്നെയും വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് ഒന്നുകൂടെ മുറുക്കി നമ്മുടെ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന വിഷയമുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ വിഷയങ്ങളും ഒന്നുകൂടെ ഫിക്സ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ചർച്ച വിശകലനമായിരിക്കും അടുത്ത ഞായറാഴ്ച ഇലക്ഷൻ മെഗാ ഷോയിൽ. അതുവരെ കാത്തിരിക്കുക. അതിനു വേണ്ടിയിട്ട് ഇതുവരെ ഞങ്ങൾക്കൊപ്പം തുടരുന്നത് നന്ദി. നമസ്കാരം.